ദൈവനാമത്തിന് മഹത്വം ഉണ്ടാകട്ടെ. നമ്മുടെ പഠന പരമ്പര റോമാലേഖനത്തിൽ നിന്നാണ്. 43-ാമത്തെ അവതരണത്തിലാണ് നാം ഇപ്പോൾ ആയിരിക്കുന്നത്. റോമർക്ക് എഴുതിയ ലേഖനം, റോമിലുള്ള വിശുദ്ധന്മാർക്ക് അപ്പോസ്തലനായ പൗലോസ് എഴുതിയ വളരെ സുപ്രധാനമായ പുതിയ നിയമ സത്യങ്ങൾ ഉൾക്കൊള്ളുന്ന ലേഖനം. 2-ാം അധ്യായത്തിൻ്റെ 14-15 വാക്യങ്ങളിലാണ്. ഇന്നും കൂടി നമ്മൾ ആ വചനത്തെ അല്പം കൂടി ചിന്തിക്കും, അതിനുശേഷം മുന്നോട്ട് പോകും. റോമലേഖനം 2-ാം അധ്യായത്തിൻ്റെ 14-15 വാക്യങ്ങളുടെ അടിസ്ഥാനത്തിൽ സകല മനുഷ്യരും ഒരു ആവശ്യത്തിലാണ്. ഇന്നത്തെ നമ്മുടെ പഠനത്തെ തലക്കെട്ടതാണ് സകല മനുഷ്യരുടെയും ആവശ്യം. ഇപ്പോൾ റോമലേഖനം 2-14-15 അവസാനമായിട്ട് നമ്മൾ ചിന്തിക്കുന്നത് ഈ ചിന്തയാണ്. ഒരു പക്ഷേ നാം പലപ്പോഴും പലയിടത്തുനിന്ന് കേട്ടിരിക്കാം, നമ്മുടെ ഉള്ളിലും ഉണ്ടായിരിക്കാം, ഉയർന്നിരിക്കാം ഒരു ചോദ്യം: സുവിശേഷം കേട്ടിട്ടില്ലാത്ത ദേശങ്ങളിലുള്ള മനുഷ്യരുടെ അവസ്ഥ എന്താണ്? അവർ നഷ്ടപ്പെട്ടു പോകുമോ? കർത്താവ് യേശുക്രിസ്തു എന്ന ലോകരക്ഷിതാവിനെക്കുറിച്ച്, പുതിയ നിയമ സുവിശേഷ സത്യങ്ങളെക്കുറിച്ച് ഇന്നുവരെ കേട്ടിട്ടില്ലാത്തവർ, അവരുടെ അവസ്ഥ എന്താണ്? അവരെക്കുറിച്ച് സഹതാപത്തോട് മറ്റു ചിലർ കൂട്ടിച്ചേർക്കും. ഒരു പക്ഷേ അവർക്ക് ലഭിച്ചിരിക്കുന്ന അവസരങ്ങളും അറിവും അനുസരിച്ച് അവർ നല്ല രീതിയിൽ പരമാർത്ഥതയോടെ ജീവിച്ചാൽ ദൈവം അവരെ ഒരു പക്ഷേ രക്ഷിക്കുമായിരിക്കും. ഇങ്ങനെ നമ്മൾ പലപ്പോഴും കൂട്ടിച്ചേർക്കാറുണ്ട്, നമ്മൾ കേട്ടിട്ടുണ്ട്. അവർ യേശുവിനെക്കുറിച്ച് അറിഞ്ഞിട്ടില്ല, സുവിശേഷത്തെക്കുറിച്ച് അറിഞ്ഞിട്ടില്ല, രക്ഷാമാർഗത്തെക്കുറിച്ച് അറിഞ്ഞിട്ടില്ല. എങ്കിലും അവർ ആയിരിക്കുന്ന സ്ഥലത്ത്, അവരായിരിക്കുന്ന ജീവിതത്തിൽ അവരെ അറിയാവുന്ന അറിവിനനുസരിച്ച് നല്ല രീതിയിൽ ആത്മാർത്ഥമായി സത്യസന്ധതയോടെ ജീവിച്ചാൽ ദൈവം അവരെ രക്ഷിക്കും എന്നാണ് നമ്മുടെ ധാരണ. ഇപ്പോൾ റോമലേഖനം 2-ാം അധ്യായത്തിൻ്റെ 14-15 വാക്യങ്ങൾ ആ ഒരു ഉപസംഹാരം, അങ്ങനെ ഒരു അഭിപ്രായത്തിന് പിന്തുണയ്ക്കാൻ വേണ്ടി നാം ഉപയോഗിക്കാറുണ്ട് പലപ്പോഴും. ആ ഒരു സമീപനം നിമിത്തം പല ആൾക്കാർക്കും സുവിശേഷം മറ്റുള്ളവരോട് പറയാൻ മടിയാണ്. കാരണം അവർ നല്ല രീതിയിൽ ജീവിച്ച ദൈവം രക്ഷിച്ചോളും. മറ്റുള്ളവരോട് സുവിശേഷം അറിയിക്കുക എന്നുള്ള വലിയ ആഹ്വാനം, വിളി നമ്മുടെ മേലുണ്ടായിട്ടും സുവിശേഷവുമായി മറ്റുള്ളവരുടെ അടുക്കൽ ചെല്ലാനായിട്ട്, വചനം ചെന്നിട്ടില്ലാത്ത, സുവിശേഷം അറിഞ്ഞിട്ടില്ലാത്തടത്ത് പോകുവാനായിട്ട് പലർക്കും മടിയാണ്. കാരണം അവരെ ഈ ഒരു തെറ്റായ ചിന്താഗതിയാണ് നയിക്കുന്നത്. അവർ നല്ല രീതിയിൽ ജീവിച്ച ദൈവം രക്ഷിച്ചോളും. നിങ്ങളും ഞാനും ദൈവമല്ല. നമ്മളെ ദൈവത്തിൻ്റെ സ്ഥാനത്ത് ഇരുത്തിയിട്ടില്ല. ദൈവമാണ് തീരുമാനിക്കുന്നത് ആര് രക്ഷിക്കും, ആര് രക്ഷിക്കപ്പെടും, ആര് രക്ഷിക്കപ്പെടില്ല എന്നുള്ളത് ദൈവത്തിൻ്റെ തീരുമാനമാണ്. ഈ വിഷയത്തിൽ മറ്റെല്ലാ വിഷയത്തിലെ പോലെ തന്നെ ദൈവം സർവ്വലോകത്തിൻ്റെ ന്യായാധിപനാണ്. ഉൽപ്പത്തി പുസ്തകം 18-ാം അധ്യായത്തിൻ്റെ 25-ാം വാക്യത്തിൽ അബ്രഹാം ദൈവത്തെ വിശേഷിപ്പിച്ച് അങ്ങനെയാണ്: നീ സർവ്വഭൂമിക്ക് ന്യായാധിപനാണ്. അപ്പം അതോടൊപ്പം നമുക്ക് ന്യായമായിട്ട് സംസാരിക്കാൻ കഴിയും. എന്താണ് വാസ്തവത്തിൽ റോമലേഖനം 2 അധ്യായത്തിൻ്റെ 14-15 വാക്യങ്ങൾ പഠിപ്പിക്കുന്നത്? സുവിശേഷം കൂടാതെ മനുഷ്യർ രക്ഷിക്കപ്പെടുമെന്ന് ആ വാക്യം പഠിപ്പിക്കുന്നുണ്ടോ? ഓരോരുത്തർക്കും ലഭിച്ചിരിക്കുന്ന സാഹചര്യം അനുസരിച്ച് സത്യസന്ധതയോടെ ജീവിച്ചാൽ ദൈവം അവരെ രക്ഷിക്കും എന്ന വാക്യം പഠിപ്പിക്കുന്നുണ്ടോ? ഒരിക്കലും ആ വേദഭാഗം അങ്ങനെ പഠിപ്പിക്കുന്നില്ല. എന്തുകൊണ്ട് നമുക്കങ്ങനെ പറയാൻ സാധിക്കില്ല? 2 സുപ്രധാന കാരണങ്ങൾ പറയാം. റോമലേഖനം 2-ാം അധ്യായത്തിൻ്റെ 14-15 വാക്യങ്ങൾ വെച്ചുകൊണ്ട് ഓരോ സ്ഥലങ്ങളിൽ ജീവിക്കുന്ന മനുഷ്യർ സത്യസന്ധതയോടും പരമാർത്ഥതയോടും ലഭിച്ചിരിക്കുന്ന അറിവിനനുസരിച്ച് വിശ്വസ്തയോടെ ജീവിച്ചാൽ ദൈവം അവരെ രക്ഷിക്കുമെന്ന് ഈ വേദഭാഗങ്ങൾ എന്തുകൊണ്ട് പറയുന്നില്ല? ഒന്നാമത്, റോമലേഖനം 2-ാം അധ്യായത്തിൻ്റെ 14-15 വാക്യങ്ങൾ കൈകാര്യം ചെയ്യുന്ന ഒരു പഴയ നിയമ സാഹചര്യത്തെയാണ്, പുതിയ നിയമ ക്രമീകരണത്തെയല്ല. പഴയ നിയമം, അതാണ് ഒന്നാമത്തെ കാരണം. പൗലോസ് എഴുതുന്ന ഈ വേദഭാഗത്തിൻ്റെ പശ്ചാത്തലം യഹൂദരും പുറജാതികളും തമ്മിലുള്ള വൈരുദ്ധ്യത്തെ കാണിക്കുന്നത് പഴയ നിയമ സാഹചര്യത്തിലാണ്, പുതിയ നിയമ ക്രമീകരണമല്ല. കാരണം നമുക്കറിയാം, 1-ാം അധ്യായം റോമലേഖനം 1-ാം അധ്യായത്തിൻ്റെ 18 മുതൽ 3-ാം അധ്യായത്തിൻ്റെ 20 വരെ ക്രിസ്തുവിന് മുമ്പുള്ള കാലം, കർത്താവ് യേശു ക്രിസ്തുവിന് മുമ്പുള്ള കാലത്തെക്കുറിച്ചാണ് പറയുന്നത്. ക്രിസ്തുവിന് മുമ്പുള്ള കാലം ദൈവം പുറജാതികൾ ഇടപെട്ടതൊരു വിധത്തിൽ, യഹൂദന്മാർ ഇടപെട്ടതൊരു വിധത്തിൽ. യഹൂദന്മാർക്ക് എഴുതപ്പെട്ട നിയമമുണ്ടായിരുന്നു, പുറജാതികൾക്ക് എഴുതപ്പെട്ട നിയമമില്ലായിരുന്നു. അപ്പോൾ ഇവരോട് ദൈവം ഇടപെട്ട രീതി മറ്റു തരത്തിലാണ്. കർത്താവ് യേശുവിൻ്റെ വരവിനും ക്രൂസിലെ പരമയാഗത്തിനും മുമ്പ് ക്രിസ്തു പോലും പറഞ്ഞു ആത്മാവിലൂടെ എഫേസ്യർ 2-ാം അധ്യായത്തിൻ്റെ 14-16 വാക്യങ്ങളിൽ താൻ എന്താണ് നിർവഹിച്ചത്. എഫേസ്യ ലേഖനം 2-ാം അധ്യായം 14 മുതലുള്ള വാക്യങ്ങൾ ഇങ്ങനെ കാണാം: അവൻ നമ്മുടെ സമാധാനം. ക്രിസ്തു വന്നപ്പോൾ ചെയ്തതാണ് അവൻ നമ്മുടെ സമാധാനം. അവൻ ഇരുപക്ഷത്തെയും, അതായത് യഹൂദന്മാരും പുറജാതികളും ഇരുപക്ഷത്തെയും ഒന്നാക്കി. ചട്ടങ്ങളും കൽപ്പനകളുമായി ന്യായപ്രമാണം എന്ന ശത്രുത്വം തൻ്റെ ജഡത്താൽ നീക്കി
വേർപാടിൻ്റെ നടുച്ചുവർ ഇടിച്ചു കളഞ്ഞത്. അപ്പോൾ ഇന്നിനി യഹൂദനും പുറജാതി എന്ന് വ്യത്യാസമില്ല, ഇന്ന് ഒന്നാക്കി. ദൈവജനം ഒന്നാണ്. യഹൂദനാണ്, പുറജാതി എന്ന് വ്യത്യാസവും വേർതിരിവില്ല. നടുച്ചുവർ ഇടിച്ചു കളഞ്ഞു. വേർപാടിൻ്റെ നടുച്ചുവർ ഇടിച്ചു കളഞ്ഞ് സമാധാനമുണ്ടാക്കിക്കൊണ്ട് ഇരുപക്ഷത്തെയും തന്നിൽ ഒരേ ഒരു പുതു മനുഷ്യനാക്കി സൃഷ്ടിപ്പാനും ക്രൂശിന്മേൽ വെച്ച് ശത്രുത്വമില്ലാതാക്കി അതിനാൽ ഇരുപക്ഷത്തെയും ഏകശരീരത്തെ ദൈവത്തോട് നിരപ്പിപ്പാനും തന്നെ. അപ്പോൾ ആ ഏകശരീരം എന്ന് പറയുന്നത് സഭയാണ്. എഫേസ്യർ ലേഖനം 1:22-21 വാക്യപ്രകാരം. ഇന്ന് സഭ എന്ന ഏക ശരീരം, ഏക സ്ഥാപനമേ ഉള്ളൂ. യഹൂദന്മാർക്ക് പ്രത്യേക സംവിധാനം, പ്രജാതികൾക്ക് വേറെ സംവിധാനം എന്നില്ല ക്രിസ്തുവിൻ്റെ ക്രൂശിലെ യാഗത്താൽ. പക്ഷെ അതിനു മുമ്പ് ദൈവം നിയമം കൊടുത്ത് യഹൂദന്മാരുടെ ഒരു വിധത്തിലും നിയമമില്ലാത്ത പ്രജാതികളുടെ വേറെ വിധത്തിൽ ഇടപെട്ട്. ഇതാണ് റോമലേഖനം 2:14-15 സാഹചര്യം. അപ്പോൾ ക്രിസ്തുവിൽ ഇന്ന് യഹൂദനെന്നില്ല, യവനെന്നില്ല, എല്ലാവരും ക്രിസ്തുവിൽ ഒന്നത്രേ. ഗലാത്യർ 3:28. എല്ലാവരും ക്രിസ്തുവിൽ ഒന്നത്രേ. അതുകൊണ്ട് ഒരു കൂട്ടർ ഒരു വിധത്തിൽ രക്ഷിക്കപ്പെടുമെന്നും വേറെ കൂട്ടർ വേറെ വിധത്തിൽ രക്ഷിക്കപ്പെടുമെന്നും. അതായത് ഒരു കൂട്ടർ ന്യായപ്രമാണം അനുസരിച്ച് ജീവിക്കുന്ന യഹൂദന്മാർ ക്രിസ്തുവിലുള്ള വിശ്വാസത്താൽ സ്നാനത്തിലൂടെ രക്ഷിക്കപ്പെടുമെന്നും മറ്റു കൂട്ടർ കാട്ടിക്കിടക്കുന്നവർ അവർക്ക് ഇഷ്ടമുള്ളതായ ജീവിതത്തിൽ അവരുടെ അറിവിനനുസരിച്ച് പരമാർത്ഥതയോടും സത്യസന്ധതയോടും ജീവിച്ചാൽ അവർ ആ വിധത്തിൽ രക്ഷിക്കപ്പെടുമെന്ന് പറയുമ്പോൾ രണ്ട് വിധമായി, രണ്ട് മാർഗമായി, വിശ്വാസത്തിന് രണ്ട് മാർഗങ്ങളായി. അത് ദൈവം അനുവദിക്കില്ല. എഫേസ്യർ ലേഖനം 4-1 വരെ വ്യക്തമായിട്ട് പറയും. എന്താണ്? നിങ്ങളെ വിളിച്ചപ്പോൾ ഏക പ്രത്യാശയ്ക്കായി നിങ്ങളെ വിളിച്ചതുപോലെ ശരീരമെന്ന്, ആത്മാവെന്ന്, കർത്താവൊരുവൻ, വിശ്വാസമെന്ന്, സ്നാനമെന്ന്, പിതാവെന്ന്. ദൈവവും പിതാവുമായി വരും. എല്ലാം ഒന്നാണ്. ഒറ്റ മാർഗമേ ഉള്ളൂ ദൈവത്തിന്. ഒരു സഭയേ ഉള്ളൂ, ഒരു രക്ഷാമാർഗമേ ഉള്ളൂ, ഒരു ആത്മാവേ ഉള്ളൂ, ഒരു കർത്താവേ ഉള്ളൂ, ഒരു സ്നാനമേ ഉള്ളൂ, ഒരു പിതാവേ ഉള്ളൂ. രണ്ട് മാർഗമില്ല രക്ഷയ്ക്ക്. അതുകൊണ്ട് റോമലേഖനം 2:14-15 സംസാരിക്കുന്നത് പഴയ നിയമ സാഹചര്യത്തെക്കുറിച്ചാണ്, പുതിയ നിയമ ക്രമീകരണത്തെക്കുറിച്ചല്ല. മറ്റൊരു പ്രധാനപ്പെട്ട കാരണം ഈ വേദഭാഗം ന്യായവിധിയെക്കുറിച്ച് പറയാനുള്ളത് വേദഭാഗമാണ്. രക്ഷയെക്കുറിച്ച് പഠിപ്പിക്കുകയല്ല റോമലേഖനം 2:14-15. ഇത് വളരെ പ്രധാനപ്പെട്ട രണ്ടാമത്തെ കാരണമാണ്, പക്ഷേ ഏറ്റവും പ്രധാനപ്പെട്ട കാരണമാണ്. റോമലേഖനം 2:14-15 വാക്യങ്ങൾ, ആ പശ്ചാത്തലം. പൗലോസ് അപ്പോസ്തലൻ ന്യായവിധിയെക്കുറിച്ച് സംസാരിക്കുകയാണ്. ന്യായവിധിയുടെ വിവിധ ഭാഗങ്ങൾ നമ്മൾ കണ്ടു, ന്യായവിധിയുടെ വിവിധ തത്വങ്ങൾ നമ്മൾ കണ്ടു. രക്ഷയെക്കുറിച്ചല്ല സംസാരിക്കുന്നത്. ഇപ്പോൾ പൗലോസ് അപ്പോസ്തലൻ ഒരിക്കലും സ്ഥാപിക്കുകയല്ല ഓരോരുത്തർക്കും ലഭിച്ച വെളിച്ചമനുസരിച്ച് അവർ ജീവിച്ചാൽ അവരെ രക്ഷിക്കപ്പെടുമെന്നല്ല പറയുന്നത്. അവിടെ പൗലോസ് വാസ്തവത്തിൽ പറയുന്നത് ആരും ദൈവം നൽകി തന്ന വെളിച്ചത്തിന് സത്യത്തിനനുസരിച്ച് ജീവിച്ചില്ല എന്നാണ്. ദൈവം കൊടുത്ത വെളിപാടിനനുസരിച്ച് ആരും ജീവിച്ചില്ല, അതുകൊണ്ട് എല്ലാവരും നഷ്ടപ്പെട്ട് കിടക്കുന്നുവെന്നാണ് 2:12 പറഞ്ഞത്. ന്യായപ്രവണം ഇല്ലാതെ പാപം ചെയ്തവരൊക്കെ ന്യായപ്രവണം കൂടാതെ നശിച്ചു പോകും, ന്യായപ്രവണം ഉണ്ടായിട്ട് പാപം ചെയ്തവരൊക്കെ ന്യായപ്രവണത്തിൽ വിധിക്കപ്പെടും. എല്ലാവരും വചനവിരുദ്ധമായിട്ട്, ലഭിച്ച വെളിച്ചത്തിന് വിരോധമായിട്ട് അതിനെ അടിച്ചമർത്തിക്കൊണ്ട് ജീവിക്കുകയാണ്. അതുകൊണ്ടാണ് ഒരു വ്യക്തിപ്രായം പറഞ്ഞ് പൗലോസിന് പ്രത്യാശ കൊടുക്കുകയല്ല പ്രജാതികളുടെ ലോകത്തിന്. സുവിശേഷം കൂടാതെ സത്യസന്ധതായി ആത്മാർത്ഥതയോടെ സുബോധത്തോടെ ജീവിച്ചാൽ നിങ്ങൾ രക്ഷ പ്രാപിക്കുമെന്നല്ല പൗലോസ് പറയുന്നത്. അങ്ങനെ ഒരു അവസ്ഥ കൊടുക്കുകയല്ല. പരമാർത്ഥമായ ആത്മാർത്ഥതയോടെ ഉള്ള ജീവിതമുണ്ടെങ്കിൽ ദൈവം നിങ്ങൾ സ്വീകരിക്കുമെന്നല്ല. അങ്ങനെയാണെങ്കിൽ പൗലോസ് എന്തിനായി കഷ്ടപ്പെട്ട് സുവിശേഷ വേലയ്ക്ക് വേണ്ടി പീഡനം അനുഭവിച്ചത്, ലോകത്തിലെ പലയിടങ്ങളിൽ സഞ്ചരിച്ച് എല്ലാവിധത്തിലും ഉപദ്രവിക്കപ്പെട്ടത്? 2 കൊരിന്ത്യർ 11 പറയുന്ന തൻ്റെ പട്ടിക നിരത്തിയത് എന്തിന്? തനിക്ക് കിട്ടിയ അടികളും കപ്പൽ ഛേദവും അപകടങ്ങളും ആപത്തുകളും ഉപദ്രവങ്ങളും കല്ലേറുകളും ചാട്ടവാറും കോലുകൊണ്ടും ശരീരം മുഴുവൻ മുറിവേറ്റ് കിടക്കുന്നത് എന്തിന്? സുവിശേഷം മറ്റുള്ളവരെ അറിയിക്കാനുള്ള ശ്രമത്തിൽ. ഓരോരുത്തരും ആത്മാർത്ഥമായി പരമാർത്ഥമായി ജീവിച്ചാൽ പോരെ? അവരുടെ അടുക്കിലേക്ക് സുവിശേഷമായിട്ട് പോയത് എന്തിനു വേണ്ടി? ഇപ്പോൾ പൗലോസ് വളരെ ഉറപ്പോട് പറയുകയാണ്, സകല മനുഷ്യരും, യഹൂദന്മാരും പുറജാതികളും ക്രിസ്തുവിനെ കൂടാതെ നശിച്ച അവസ്ഥയിലാണ്, നശിച്ചുകൊണ്ടിരിക്കുന്ന അവസ്ഥയിലാണ് ക്രിസ്തുവിനെ കൂടാതെ. സാധാരണ മനുഷ്യരുടെ ഒരു ഭാവന, സങ്കല്പം, ധാരണ എന്ന് പറയുന്നത് മനുഷ്യർ നഷ്ടപ്പെടുന്നത് സുവിശേഷം തള്ളിക്കളഞ്ഞുകൊണ്ടാണ്. തെറ്റാണ്, തെറ്റാണ്, തെറ്റാണ്. സുവിശേഷം തള്ളിക്കളഞ്ഞതുകൊണ്ടല്ല മനുഷ്യർ നഷ്ടപ്പെടുന്നത്. മനുഷ്യർ നഷ്ടപ്പെട്ടത് അവർ പാപികളായതുകൊണ്ടാണ്. പാപികളായ മനുഷ്യർ നഷ്ടപ്പെട്ട മനുഷ്യനാണ്. ഉദാഹരണത്തിനൊരു മനുഷ്യനെ വിഷമുള്ളൊരു പാമ്പ് കടിച്ചു. അവൻ്റെ കൂട്ടുകാരെല്ലാം കൂടെ ചേർത്ത് അവനെ ചുമന്ന് ആശുപത്രിയിൽ എത്തിക്കുന്നു. ആൻറ്റിവെനം, അതായത് വിഷത്തിനുള്ള പ്രതിവിധി കുത്തിവയ്ക്കാൻ. പക്ഷെ ആശുപത്രിയിൽ എത്തിച്ച സമയം വൈകിപ്പോയി, അവൻ മരിച്ചുപോയി. അപ്പോൾ ചോദ്യം, ഈ മനുഷ്യൻ മരിച്ചത് വാസ്തവത്തിൽ വിഷത്തിനുള്ള പ്രതിവിധി മരുന്ന് കുത്തിവയ്ക്കാത്തതുകൊണ്ടാണോ? ന്യായമായിട്ട് നമ്മൾ ഉടൻ പറയും, ശരിയാണ്, കൃത്യസമയത്ത് പ്രതിവിധിക്കുള്ള മരുന്ന് ആൻറ്റിവെനം കുത്തിവയ്ക്കാൻ പറ്റാത്തതുകൊണ്ട് അവൻ മരിച്ചു. പക്ഷേ ഉത്തരം അതല്ല ശരിയായ ഉത്തരം. ശരിയായ ഉത്തരം എന്താണ്?
വിഷകരമായൊരു പാമ്പ് അവനെ കടിച്ചതുകൊണ്ടാണ് മരിച്ചത്. ഓരോ മനുഷ്യനും നശിക്കുന്നത്, നശിച്ച അവസ്ഥയിൽ കിടക്കുന്നത് അവൻ്റെ പാപനിമിത്തമാണ്. സുവിശേഷം തള്ളിക്കളഞ്ഞുകൊണ്ടല്ല, അവൻ നശിക്കുന്ന പാപനിമിത്തമാണ്. കർത്താവ് യേശു ലോകത്തിലേക്ക് വന്നത് മനുഷ്യർക്ക് സുവിശേഷം അംഗീകരിക്കാനോ തള്ളിക്കളയാനുള്ളൊരു അവസരം കൊടുക്കാനല്ല. അതിനുള്ള അവസരം കൊടുക്കാനല്ല കർത്താവ് വന്നത്. അങ്ങനെ അവർക്ക് അവസരം കൊടുത്താൽ അവർ രക്ഷിക്കപ്പെടാനുള്ള സുവിശേഷം സ്വീകരിക്കുക അല്ലെങ്കിൽ തള്ളിക്കളയുക. കർത്താവ് വന്നത് മനുഷ്യർ ഇതിനകം തന്നെ നശിച്ച് കിടക്കുന്നത് കൊണ്ടാണ്. നശിച്ച ലോകത്തിൻ്റെ നടുവിലേക്കാണ് കർത്താവ് വന്നത്. ലൂക്കോസ് 19-10 കർത്താവിൻ്റെ വാക്കുകൾ ഇങ്ങനെ നമുക്ക് കാണാം. ലൂക്കോസ് 19-10 ക്രിസ്തു പറഞ്ഞ എന്താണ്? കാണാതെ പോയതിനെ തിരഞ്ഞ് രക്ഷിപ്പാനല്ലോ മനുഷ്യപുത്രൻ വന്നത്. ഇതിനകം തന്നെ കാണാതെ പോയിരിക്കുകയാണ്, നശിച്ച് കിടക്കുകയാണ്. സുവിശേഷം തള്ളിക്കളഞ്ഞുകൊണ്ടല്ല നശിച്ചത്. കാണാതെ പോയി നശിച്ച് കിടക്കുന്ന അഭക്തരായ ബലഹീനരും ശത്രുക്കളുമായി കിടക്കുന്ന മനുഷ്യർ, അവരുടെ അടുക്കലേക്ക് സുവിശേഷം വന്നു. അവർക്ക് യാതൊരു പ്രത്യാശയില്ല, ലോകത്തിൽ പ്രത്യാശയില്ലാത്ത എഫേസ്യർ 2:12. താൻ ക്രൂസിൽ അവർക്ക് വേണ്ടി മരിച്ചില്ല എങ്കിൽ അവർക്കിനി പ്രത്യാശയില്ല, അവർക്കിനി ജീവനില്ല. അങ്ങനെ ലോകത്തിലേക്കാണ് യേശു വന്നത്. മറ്റു ചിലരുടെ ചിന്താഗതി, ലോകത്തിൽ ചിലരെങ്കിലും സുവിശേഷം കൂടാതെ രക്ഷപ്പെടും, സുവിശേഷം കേൾക്കാതെ ചില രക്ഷപ്പെടും. എങ്കിൽ ഏറ്റവും നല്ല മാർഗ്ഗം ലോകത്തിൽ രക്ഷിക്കാൻ എന്താണ്? എല്ലാവരും അറിവില്ലായ്മയും വളരട്ടെ. ലോകത്തിലുള്ള സകല ബൈബിളും ശേഖരിച്ച് കത്തിച്ച് കളയണം. ലോകത്തിൽ ഒരിടത്തും സുവിശേഷം പ്രസംഗിക്കരുത്. ദൈവിക സത്യങ്ങളും വചനവും ഒരിടത്തും പഠിപ്പിക്കരുത്. എല്ലാവരും അന്ധതയിലും അറിവില്ലായ്മയിലും വളരട്ടെ. കാരണം സുവിശേഷം കൂടാതെ രക്ഷിക്കപ്പെടുമെങ്കിൽ അതല്ലേ ഏറ്റവും നല്ല മാർഗം. ബൈബിൾ ഒരിടത്തും പ്രസംഗിക്കണ്ട, എല്ലാവരും അജ്ഞതയിൽ വളരട്ടെ. ദൈവം എല്ലാവരും രക്ഷിച്ചോളും. ആത്മാർത്ഥത കാണിച്ചാൽ മതി. ഒരിക്കലും അതല്ല ദൈവത്തിൻ്റെ മാർഗം. അജ്ഞതയിൽ ഒരിക്കലും മനുഷ്യൻ ജീവിച്ചതുകൊണ്ട് രക്ഷപ്പെടില്ല. അത് അസംബന്ധമാണ്. ദൈവവചനം വ്യക്തമായി പഠിപ്പിക്കുന്നു, ഒരു വ്യക്തി സുവിശേഷം കേൾക്കുമ്പോൾ, അല്ലെങ്കിൽ അവന് സുവിശേഷം കേൾക്കാനും അവന് വചനം അനുസരിക്കാനുള്ള അവസരം കിട്ടിയില്ല എങ്കിൽ അവൻ നഷ്ടപ്പെട്ടവനാണ്. എഫേസ് ലേഖനം 2-1 പൗലോസ് പറഞ്ഞു, നിങ്ങളെല്ലാവരും അതിക്രമങ്ങളാലും പാപങ്ങളാലും മരിച്ചവരാണ്. സുവിശേഷയുടെ അടുക്കൽ എത്തി അവർ അതിനോട് പ്രതികരിച്ച് വചനമനുസരിച്ച് സ്നാനമേൽക്കുന്നത് വരെ ഒരു ആത്മീകമായി മരിച്ചവരാണ്. എല്ലാ മനുഷ്യർക്കും ഒരു ആവശ്യമുണ്ട്. നമ്മുടെ വിഷയത്തിൽ തലക്കെട്ടും അതാണ്. എല്ലാവർക്കും ഒരു ആവശ്യമുണ്ട്. എന്താണ് ആവശ്യം? ക്രിസ്തുവിൻ്റെ സുവിശേഷം. സകല മനുഷ്യരുടെ ആവശ്യം ക്രിസ്തുവിൻ്റെ സുവിശേഷമാണ്. മറക്കരുത്, ഒന്നുകൂടെ ആവർത്തിക്കാം, ദൈവമാണ് ന്യായാധിപൻ. ദൈവമാണ് അന്തിമ തീരുമാനമെടുക്കുന്നത്. ആര് രക്ഷിക്കപ്പെടും, ആര് രക്ഷിക്കപ്പെടില്ല. അതേസമയത്ത് തിരുവെഴുത്തുകളുടെ അടിസ്ഥാനത്തിൽ നമുക്ക് ധൈര്യമായിട്ട് പറയാം, എന്ത്? സുവിശേഷം കേൾക്കുകയോ സുവിശേഷം അനുസരിക്കുകയോ ചെയ്യാത്ത ഒരു വ്യക്തിയും രക്ഷിക്കപ്പെടില്ല. വചനത്തിൻ്റെ ബലത്തോടെ നമുക്കത് പറയാം. വചനം അത് പറയാൻ നമുക്ക് അധികാരം തരും. വിശ്വസിക്കുകയും സ്നാനമേൽക്കുകയും ചെയ്യുന്നവൻ രക്ഷിക്കപ്പെടുമെന്ന് പറഞ്ഞു. അപ്പോൾ രക്ഷിക്കപ്പെടണമെങ്കിൽ ദൈവവചനം കേട്ട് വിശ്വസിച്ച് അതിനോട് പ്രതികരിക്കുന്ന അനുസരണമുള്ള വിശ്വാസം കാണിച്ച് സ്നാനമേറ്റ് രക്ഷിക്കപ്പെടണം. അങ്ങനെ ചെയ്യാത്ത ഒരു വ്യക്തിയും രക്ഷിക്കപ്പെടില്ല. കാരണം തെസ്സലോനിക്കർക്ക് എഴുതിയ 2 ലേഖനത്തിൽ കർത്താവ് യേശുവിൻ്റെ വരവെങ്കിൽ എന്ത് സംഭവിക്കുമെന്ന് വ്യക്തമായി പൗലോസ് പറയും. 2 തെസ്സലോനിക്കർ 1-8 പറയുന്നത്, കർത്താവ് വരുമ്പോൾ നമ്മുടെ കർത്താവ് യേശുവിൻ്റെ സുവിശേഷം അനുസരിക്കാത്തവർക്കും പ്രതികാരം കൊടുക്കുമ്പോൾ. മലയാളത്തിൽ 6 മുതൽ വായിക്കാം. കർത്താവ് യേശു തൻ്റെ ശക്തിയുള്ള ദൂതന്മാരുമായി സ്വർഗത്തിൽ നിന്ന് അഗ്നിജ്വാലയിൽ പ്രത്യക്ഷനായി. ദൈവത്തെ അറിയാത്തവർക്കും നമ്മുടെ കർത്താവ് യേശുവിൻ്റെ സുവിശേഷം അനുസരിക്കാത്തവർക്കും പ്രതികാരം കൊടുക്കും. അപ്പോൾ സുവിശേഷം അനുസരിക്കാത്തവർക്ക് ദൈവം എന്തിനാണ് പ്രതികാരം കൊടുക്കുന്നത്? സുവിശേഷം അറിയാതെ ജീവിച്ചാൽ പോരെ, അവരെ ദൈവം രക്ഷിക്കില്ലേ? അപ്പോൾ സുവിശേഷം അനുസരിച്ചില്ലെങ്കിൽ ദൈവം പ്രതികാരം ചെയ്യും. തൻ്റെ സ്വന്തം പുത്രനെ നമുക്ക് വേണ്ടി കാൽവരി ക്രൂശിൽ യാഗമായി തന്നിട്ട് നമ്മൾ അതിനെ അനുസരിക്കാൻ തയ്യാറാകാതെ ജീവിച്ചാൽ ദൈവം തീർച്ചയായും കണക്ക് ചോദിക്കും. പത്രോസ് തൻ്റെ ലേഖനം എഴുതുമ്പോൾ 1 പത്രോസ് 4-17 പത്രോസ് പറഞ്ഞ ഈ വാക്യം കൂടി ശ്രദ്ധിക്കാം. ന്യായവിധി ദൈവഗൃഹത്തിൽ ആരംഭിപ്പാൻ സമയമായല്ലോ. അത് നമ്മിൽ തുടങ്ങിയാൽ ദൈവത്തിൻ്റെ സുവിശേഷം അനുസരിക്കാത്തവരുടെ അവസാനം എന്താകും? സുവിശേഷം അനുസരിക്കാത്തവരുടെ അവസാനം എന്താകും? അപ്പോൾ സുവിശേഷം മറ്റോട് പറയാതിരിക്കാനുള്ള കാരണം കണ്ടെത്തുന്നതിന് പകരം പാപത്തിൽ നശിച്ചു കിടക്കുന്ന ലോകത്തോട് സുവിശേഷം അറിയിക്കാതിരിക്കാൻ എന്ത് കണ്ടെത്താം, എന്ത് മാർഗം കണ്ടെത്താമെന്ന് ചിന്തിക്കുന്നതിന് പകരം എങ്ങനെ മറ്റുള്ളവരോട് ക്രിസ്തുവിനെക്കുറിച്ച് പറഞ്ഞു കൊടുക്കാം, ക്രിസ്തുവിനെക്കുറിച്ച് നമ്മളാൽ കഴിയുന്ന വിധത്തിൽ ആരോടെല്ലാം സംസാരിക്കാം, പറഞ്ഞു കൊടുക്കാം, ഒരു ട്രാക്റ്റിലൂടെയോ മറ്റേതെങ്കിലും സന്ദേശങ്ങൾ ഷെയർ ചെയ്തോ എങ്ങനെയൊക്കെ നമുക്ക് ചെയ്യാൻ പറ്റും. നമ്മൾ എന്തെല്ലാം കാര്യങ്ങൾ നമ്മൾ ഉപയോഗിക്കുന്ന മാധ്യമങ്ങളിലൂടെ മറ്റോട് പങ്കുവയ്ക്കുന്നു, പല പടങ്ങളും മറ്റും. അതിന് പകരം സുവിശേഷ സത്യം അടങ്ങുന്നൊരു സന്ദേശം എന്തുകൊണ്ട് പങ്കുവെച്ചുകൂടാ?
ദൈവത്തിന് മുമ്പിൽ നിൽക്കുമ്പോൾ ദൈവം ചോദിക്കും അത്. ദൈവം തന്ന മാധ്യമം സുവിശേഷം പങ്കുവയ്ക്കാൻ എന്തുകൊണ്ട് ഉപയോഗിച്ചില്ല? ലോകത്തിലെ പല മനുഷ്യരുടെ നശിച്ചുപോകുന്ന മനുഷ്യരുടെ ദുഷ്ടരായ മനുഷ്യരുടെ പല വിക്രിയകളും പങ്കുവയ്ക്കാൻ വേണ്ടി നമ്മൾ മൊബൈൽ ഫോൺ ഉപയോഗിച്ചു. അതേ സമയത്ത് ഒരു സുവിശേഷ സത്യം നമ്മുടെ പ്രിയപ്പെട്ട ചാർച്ചക്കാർ, ബന്ധുക്കൾ, സുഹൃത്തുക്കൾ ഇവർക്ക് പങ്കുവയ്ക്കാൻ എന്തുകൊണ്ട് ഉപയോഗിച്ചില്ല? എന്ത് മറുപടി പറയും? അപ്പോൾ ക്രിസ്തുവിനെക്കുറിച്ചുള്ള സത്യം, ആ സന്ദേശം ലോകത്തോട് അറിയിക്കുക. ഉപസംഹരിക്കുമ്പോൾ നമ്മൾ കണ്ടത് വ്യക്തമായി മനസ്സിലാക്കി. റോമലേഖനം 2-15 ഭാഗത്തിൽ പൗലോസ് പറഞ്ഞു, അവരുടെ മനസാക്ഷിയുടെ സാക്ഷ്യം പറഞ്ഞു, അവിടെ വിചാരങ്ങൾ തമ്മിൽ കുറ്റം ചുമത്തുകയോ പ്രതിവാദിക്കുകയോ ചെയ്തുകൊണ്ട്. മനസാക്ഷി സാക്ഷ്യം പറയുന്നു, അവിടെ വിചാരങ്ങൾ കുറ്റം വിധിക്കുകയോ പ്രതിവാദിക്കുകയോ ചെയ്യുന്നു. എന്താ പൗലോസ് ഉദ്ദേശിച്ചത് നമ്മൾ വ്യക്തമായി മനസ്സിലാക്കി. നമ്മുടെ മനസാക്ഷിയുടെ ശബ്ദം നാം കേൾക്കുന്നു. മനസാക്ഷി നമ്മോട് പറയുന്നു, ഞാൻ ചെയ്യുന്നത് തെറ്റാണ്, ഞാൻ ചെയ്യുന്നത് തെറ്റാണ്, ഞാൻ ഇന്ന് വരെ ക്രിസ്തുവിനെക്കുറിച്ച് ആരോടും പറഞ്ഞിട്ടില്ല, ഞാൻ വാസ്തവത്തിൽ രക്ഷിക്കപ്പെട്ട ആളാണെങ്കിൽ എന്തുകൊണ്ട് എനിക്ക് പറയാൻ പറ്റുന്നില്ല? അപ്പോൾ ഞാൻ രക്ഷിക്കപ്പെട്ട ആളാണോ? രക്ഷ എന്തെന്ന് എനിക്കറിയാമോ? രക്ഷയുടെ ആവശ്യം, എൻ്റെ ഗൗരവം എനിക്കറിയാമോ? എൻ്റെ ചുറ്റുമുള്ള ചാർച്ചക്കാരും ബന്ധുക്കളും വേണ്ടപ്പെട്ടവരും സുഹൃത്തുക്കളും പലരുണ്ടല്ലോ. അവരോട് എത്ര മണിക്കൂറൊക്കെയാണ് മൊബൈലിൽ സംസാരിക്കുന്നത്? അവരോട് എന്തുകൊണ്ട് സുവിശേഷം എന്ന് പറഞ്ഞില്ല? ഞാൻ ചെയ്യുന്നത് തെറ്റല്ലേ? പഴയ മാസത്തിലെ പശ്ചാത്തല കുഷ്ഠരോഗികൾ, രാജ്യത്തിന് പുറത്തുപോയവർ, ശൂന്യമായി കിടക്കുന്ന പട്ടാളക്കാരുടെ ശത്രുക്കളൊക്കെ പാളയം കാണുമ്പോൾ അവിടുന്ന് ആവശ്യത്തിലേക്ക് വാരി കഴിച്ചിട്ട് ഒരു അയ്യോ നമ്മൾ ചെയ്യുന്ന തെറ്റാണ്, നമ്മുടെ നാട്ടിൽ എല്ലാവരും പട്ടിണി കിടക്കുകയാണ്, ഇത് സുവാർത്താ ദിവസമാണ്, നാം അത് അറിയിച്ചിരിക്കുക കുറ്റക്കാരാകും. ഇത് തന്നെയല്ലേ നമുക്ക് സംഭവിക്കാൻ പോകുന്നു? നമ്മൾ നമ്മുടെ കാര്യം മാത്രം നോക്കി ജീവിക്കുമ്പോൾ ഇവിടെ ചുറ്റുമുള്ള ബന്ധുക്കളും ദൈവം നമ്മളെ കൂട്ടിമുട്ടിച്ച, പരിചയപ്പെടുത്തിയ അനേക ചാർച്ചക്കാരും ബന്ധുക്കളും അവരോട് ഈ സത്യം എന്തുകൊണ്ട് പറഞ്ഞില്ല? അവരനുസരിക്കുകയോ അനുസരിക്കാതിരിക്കുകയോ അത് അവരുടെ കാര്യം. നമ്മൾ എന്തുകൊണ്ട് പറഞ്ഞില്ല? ഒരു ട്രാക്റ്റ് എന്തുകൊണ്ട് അയച്ചു കൊടുത്തില്ല? കുറ്റക്കാരാണ്. മനസാക്ഷി നമ്മോട് പറയുകയാണ്, നീ കുറ്റക്കാരനാണ്. ശരിയാണ്, സമ്മതിക്കാം. മനസാക്ഷി പ്രവർത്തിക്കുന്നതുകൊണ്ടാണ് അങ്ങനെ പറയുന്നത്. അങ്ങനെ പ്രവർത്തിക്കുന്നില്ലെങ്കിൽ മനസാക്ഷി ചൂട് വെച്ചവരാണ്. അവർ വേണേ രക്ഷിക്കപ്പെടട്ടെ, അവർ വേറെ ആരോടും പറഞ്ഞോളൂ, അവരെ ദുരുപദേഷ്ടക്കാർ കൊണ്ടുപോകും. നമ്മൾ പറഞ്ഞില്ലെങ്കിൽ ഇവിടെ ദുരുപദേഷ്ടക്കാരുടെ സഞ്ചി തൂക്കി ചുറ്റും നടക്കുന്നുണ്ട്. അവിടെ വില വീഴും, നമ്മളും അതിന് കാരണക്കാരാകും. അപ്പോൾ നമ്മുടെ മനസാക്ഷിയെ പ്രവർത്തിക്കണം. അപ്പോൾ നമ്മുടെ കുറ്റപ്പെടുത്ത മനസാക്ഷി മറികടക്കാൻ എന്ത് ചെയ്യണം? എബ്രായലേഖനം നമ്മൾ കഴിഞ്ഞ ദിവസം കണ്ടു. എബ്രായലേഖനം 9-14 വാക്യത്തിൽ കർത്താവ് യേശുവിൻ്റെ രക്തം നമ്മുടെ മനസാക്ഷി എത്രയധികം ശുദ്ധീകരിക്കുന്നു. എബ്രായർ 9-14 വാക്യം. ഏകയാഗത്താൽ കർത്താവ് യേശുവിൻ്റെ യാഗം കൊണ്ട് എന്താ സംഭവിക്കുന്നത്? ആത്മാവിനാൽ ദൈവത്തിന് തന്നെത്താൻ നിഷ്കളങ്കനായി അർപ്പിച്ച ക്രിസ്തുവിൻ്റെ രക്തം ജീവനുള്ള ദൈവത്തെ ആരാധിപ്പാൻ നിങ്ങളുടെ മനസാക്ഷിയെ നിർജ്ജീവ പ്രവൃത്തികളെ പോക്കി എത്രയധികം ശുദ്ധീകരിക്കും. അതിനായിട്ട് ക്രിസ്തുവിൻ്റെ രക്തത്തിന് വേണ്ടി നമ്മൾ സമർപ്പിക്കപ്പെടണം. അതാണ് എബ്രായലേഖനം 10:22. ദുർമനസാക്ഷി നീങ്ങുമാറ് ഹൃദയത്തിൽ തളിക്കപ്പെട്ടവരും ശുദ്ധവെള്ളത്താൽ ശരീരം കഴുകപ്പെട്ടവരുമായി വിശ്വാസത്തിൻ്റെ പൂർണ്ണ നിശ്ചയം കൊണ്ട് പരമാർത്ഥ ഹൃദയത്തോട് അടുത്ത് ചെല്ലുക. ശുദ്ധവെള്ളത്താൽ ശരീരം കഴുകപ്പെട്ടതിനെക്കുറിച്ച് വേദശാസ്ത്ര പണ്ഡിതരുടെ അഭിപ്രായത്തിൽ സ്നാനത്തെക്കുറിച്ചുള്ള പ്രയോഗമാണ്. പത്രോസ് ഈ 2 അവസ്ഥകൾ ഒരുമിച്ച് ചേർത്ത് പറയും. മനസാക്ഷി ശുദ്ധീകരിക്കുന്നതും അനുസരണവും. അതാണ് 1 പത്രോസ് 3-ാം വാക്യത്തിൽ പത്രോസ് ഇങ്ങനെ എഴുതുകയുണ്ടായി. 1 പത്രോസ് 3-ന്റെ വാക്യത്തിൽ അത് സ്നാനത്തിനൊരു മുൻകുറി. സ്നാനമോ ഇപ്പോൾ ജഡത്തിൻ്റെ അഴുക്ക് കളയുന്നതായിട്ടല്ല, ദൈവത്തോടു നല്ല മനസാക്ഷിക്കായുള്ള അപേക്ഷയായിട്ടത്ര യേശുക്രിസ്തുവിൻ്റെ പുനരുത്ഥാനത്തെ നമ്മെ രക്ഷിക്കുന്നു. ഇപ്പം മനസാക്ഷി ശുദ്ധീകരിക്കപ്പെടണം. അത് അനുസരണമുള്ള വിശ്വാസത്താൽ, അത് സ്നാനത്തിലാണ്. ദൈവത്തോട് അപേക്ഷിക്കണം, നല്ല മനസാക്ഷി കിട്ടണം. അനുസരിക്കുമ്പോഴാണ് നല്ല മനസാക്ഷി. അനുസരണക്കേട് കാണിക്കുന്നവർക്ക് മനസാക്ഷി കുത്തും, വേദനിപ്പിക്കും. നിരന്തരമായി നമ്മളോട് പറയും, നീ ചെയ്യുന്നത് ശരിയാണ്, നീ ചെയ്യുന്നത് തെറ്റാണ്, നീ ഇത് ചെയ്തില്ല, സുവിശേഷകരോടും പറഞ്ഞില്ല, നീ നിൻ്റെ സ്വന്തം കാര്യം മാത്രം നോക്കി, നീ പ്രാർത്ഥനയ്ക്ക് പോയി, ബൈബിൾ വായിക്കുന്നു, ബൈബിൾ പഠിക്കുന്നു, പക്ഷെ നീ മറ്റുള്ളവരോട് സുവിശേഷം പറയുന്നില്ല, മറ്റുള്ളവരുടെ യേശുവിനെക്കുറിച്ച് പറയുന്നില്ല. അവർ നശിക്കുമ്പോൾ, നീ കണ്ടുപിട്ടുന്ന നിൻ്റെ ബന്ധുക്കളും ചാർച്ചക്കാരും നശിച്ച് നരകത്തിൽ പോകുമ്പോൾ അവർ നിനക്ക് നേരെ വിരൽ ചൂണ്ടും. ദിവസം 2 തവണ കണ്ടതാണ് നമ്മൾ തമ്മിൽ, എന്നിട്ട് എന്നോട് എന്തുകൊണ്ടത് പറഞ്ഞില്ല? ഇപ്പോൾ ക്രിസ്തുവിൻ്റെ രക്തത്താൽ ശുദ്ധീകരിക്കപ്പെട്ട മനസാക്ഷിയുടെ അനുഗ്രഹം, നിർമ്മല മനസാക്ഷിയുടെ അനുഗ്രഹം, അത് തിരിച്ചറിയുന്നുണ്ടെങ്കിൽ ക്രിസ്തുവിൽ വിശ്വസിക്കുക, അവൻ്റെ കൽപ്പന അനുസരിക്കുക, ജീവിതം കർത്താവെ സമർപ്പിക്കുക. നമ്മൾ കഴിഞ്ഞ ദിവസം പഠിച്ച 6 മാർഗ്ഗങ്ങൾ, മനസാക്ഷി നിർമ്മലമായി സൂക്ഷിക്കാനുള്ള മാർഗ്ഗം. ദൈവം നിങ്ങളെ സഹായിക്കട്ടെ. അടുത്ത അവതരണത്തിൽ നമ്മൾ 2-ാം 16 വാക്യം, റോമലേഖനം 2-16 തുടർന്ന് നമ്മൾ മുന്നോട്ടുള്ള യാത്രയിൽ തുടർന്നുള്ള വിഷയങ്ങളും പഠിക്കുന്നതാണ്. അപ്പോൾ ഇന്ന് നമ്മൾ ചിന്തിച്ചത്, കേട്ട ദൈവം നമ്മോട് പറഞ്ഞത് എന്താണ്? നമ്മൾ സ്വാർത്ഥരായി ജീവിക്കരുത്. ആ വലിയ ധനവാൻ തൻ്റെ കളപ്പുരകൾക്ക് വലുതാക്കി തനിക്ക് വേണ്ടി ഏറിയ ആണ്ടയ്ക്ക് സ്വരൂപിച്ച് വെച്ച്, പക്ഷെ ഒരു രാത്രി ദൈവം ചോദിച്ചു, നിൻ്റെ ആത്മാവ് ഞാൻ ഇന്ന് ചോദിക്കാൻ പോവുകയാണ്. പുതിയ സബീത
ആ പെൺകുട്ടി മരിച്ചപ്പോൾ വിധവമാരെല്ലാം നിലവിളിയാണ്. നമ്മുടെ ജീവിതം കൊണ്ട് മറ്റുള്ളവർക്ക് പ്രയോജനമുണ്ടായി, നമ്മുടെ ജീവിതം കൊണ്ട് ആർക്ക് പ്രയോജനമുണ്ടായി? ദൈവികമായി ആത്മീകമായി ആർക്ക് പ്രയോജനമുണ്ടായി? ഒന്ന് ചോദിച്ചു നോക്കി, ഒന്ന് ചിന്തിച്ച് നോക്കി. എന്തുത്തരം പറയുന്നു? ഫലമില്ലാത്ത വൃക്ഷമായിരുന്നു, വെട്ടിക്കളയേണ്ടതായിരുന്നു പണ്ടേ. കൃപയാൽ 1 വർഷം കൂടെ, 1 മാസം കൂടെ ആരോടെങ്കിലും ക്രിസ്തുവിനെക്കുറിച്ച് പറയാം. ആ സത്യസുവിശേഷം നമ്മൾ രക്ഷിക്കപ്പെട്ടിട്ടുണ്ടെങ്കിൽ എങ്ങനെ പറയാതിരിക്കും? നമ്മുടെ അനുകൂലമായ അന്തരീക്ഷം അല്ല, ശരിയാണ്, പക്ഷേ എന്നാലും നമുക്ക് പറയാൻ പറ്റുന്ന രീതിയുണ്ട്, മാർഗ്ഗങ്ങളുണ്ട്, അന്വേഷിച്ചാൽ കണ്ടെത്താൻ പറ്റും. ക്രിസ്തുവിനെക്കുറിച്ച് പറയാൻ കഴിവില്ലെങ്കിൽ ഒരു ക്രിസ്തീയ സുവിശേഷ സന്ദേശം ഷെയർ ചെയ്ത് കൊടുക്കുക. അവർ കേൾക്കട്ടെ, അവരനുസരിക്കട്ടെ, അവർക്ക് ബോധ്യമുണ്ടാകട്ടെ, ഇത് ഞാൻ ചെയ്യേണ്ടതാണ്. അവരനുസരിച്ചില്ല, സാരമില്ല, നമ്മുടെ കടമ നമ്മൾ ചെയ്യുക. ദൈവം നിങ്ങളെ സഹായിക്കും.